നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് തിരിച്ചടിഞ്ഞു. കലാകാരന്മാരെ മതത്തിന്റെ കണ്ണിലൂടെ കാണരുതെന്നും കലയാണ് അവരുടെ മതമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തറ പഞ്ചായത്ത് കമ്മിറ്റി നടത്തറ പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. ഗ്രീൻ ഹോർട്ടിക്കൾച്ചർ ജനുവരി 15 മുതൽ 27 വരെ ശക്കർ തമ്പുരാൻ മൈതാനത്ത് ഫ്ലവർ ഷോ നടന്നു. വാർത്തകൾ വിശദമായി. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. കലാകാരന്മാരെ മതത്തിന്റെ കണ്ണിലൂടെ കാണരുതെന്നും കലയാണ് അവരുടെ മതമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് 64ാമത് കേരള സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ആനന്ദാനുഭവം സൃഷ്ടിക്കൽ മാത്രമല്ല കലയുടെ ഉദ്ദേശം. വർഗീയതയ്ക്കും വിഭജനത്തിനുമെതിരെ ശക്തമായ പോരാട്ട വീര്യം നൽകുകയുമാണ്. രാജ്യത്ത് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ പോലും ആക്രമണം നടക്കുന്ന സാഹചര്യത്തിൽ കലകളെയും കലാകാരന്മാരെയും മതത്തിന്റെ കണ്ണിലൂടെ കാണുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണം. വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ സമാധാനവും സന്തോഷവും ഉയർത്തിപ്പിടിക്കാനുള്ള ആയുധമായി കലയെ ഉപയോഗിക്കാൻ പുതിയ തലമുറയ്ക്ക് കഴിയണം. ആനന്ദാനുഭവം സൃഷ്ടിക്കൽ മാത്രമല്ല കലയുടെ ധർമ്മം. പൊള്ളിക്കുന്ന ജീവിതാനുഭവങ്ങളിലേക്ക് കടന്നു ചെല്ലുക കൂടിയാകണം. സാമൂഹ്യ വ്യവസ്ഥയിൽ കല വഹിച്ചിട്ടുള്ള പങ്ക് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പഴയ കാലത്ത് കലകൾ പലപ്പോഴും ഏതെങ്കിലും പ്രത്യേക ജാതിയുടെയോ മതത്തിൻ്റെയോ ഉള്ളിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്നു. ജാതിയും ജന്മിത്തവും നിലനിന്നിരുന്ന കാലത്ത് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മനുഷ്യരെ തമ്മിൽ അകറ്റിയിരുന്നു. അത് കലകളെയും ബാധിച്ചിരുന്നു. കലോത്സവത്തിൽ സമ്മാനങ്ങൾ നേടുന്നതിനേക്കാൾ പ്രധാനം അതിൽ പങ്കെടുക്കുക എന്നതാണ്. സമ്മാനം ലഭിച്ചവർ മാത്രമല്ല, അല്ലാത്തവരും പിൽക്കാലത്ത് വലിയ പ്രതിഭകളായി വളർന്നിട്ടുണ്ട്. മത്സരങ്ങൾ നടക്കുന്നത് കുട്ടികൾ തമ്മിലാണെന്നും രക്ഷിതാക്കൾ തമ്മിലല്ലെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. കലോത്സവത്തിൽ ഏതെങ്കിലും രീതിയിൽ പ്രകടമായ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ പരിശോധിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കാലുഷ്യത്തിന്റെ കണിക കടക്കാതിരിക്കാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല മനുഷ്യരാകുക എന്നതാണ് കലയുടെ ധർമ്മമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലാമാമാങ്കമായി കലോത്സവം വളർന്നു എന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ കരുത്ത് തെളിയിക്കുന്നുവെന്ന് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ജനുവരി 18 വരെ നീളുന്ന കലോത്സവം മതനിരപേക്ഷതയുടെയും വൈവിധ്യങ്ങളുടെയും മഹത്തായ ആഘോഷമാണ്. അവധിക്കാലത്ത് സ്കൂളുകളിൽ സാധാരണ ക്ലാസുകൾ നടത്തുന്ന രീതി അവസാനിപ്പിക്കും. ഈ സമയം പ്രയോജനപ്പെടുത്തി അടുത്ത വർഷം മുതൽ കുട്ടികൾക്ക് കലാകായിക പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിക്കും. ഘട്ടം ഘട്ടമായി എല്ലാ കുട്ടികൾക്കും ഏതെങ്കിലും ഒരു ഇനത്തിൽ പരിശീലനം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. SSLC ഫലം പ്രഖ്യാപിക്കുന്നത് പോലെ കലാകായിക മത്സരങ്ങളിൽ മുൻപന്തിയിലെത്തുന്ന 1, 2, 3 വിദ്യാലയങ്ങൾക്ക് അടുത്ത അധ്യയന വർഷം മുതൽ ചീഫ് മിനിസ്റ്റേഴ്സ് ഗോൾഡ് കപ്പ് സമ്മാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മത്സരാർത്ഥികൾ കലോത്സവത്തിന്റെ ഓരോ ഘട്ടത്തിലും ഉത്തരവാദിത്വമുള്ളവരായിരിക്കണം. വിവരസാങ്കേതിക വിദ്യയുടെ തേരിലേറി അതിൽ ആഘോഷം കണ്ടെത്തുന്ന ഒരു തലമുറയ്ക്ക് പകരമായി മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിക്കാൻ കഴിയുന്ന, സഹജീവികളോടും ഉത്തരവാദിത്വങ്ങളോട് പെരുമാറാൻ കഴിയുന്ന തലമുറയെ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കലോത്സവം നടത്തുന്നതെന്നും സ്വാഗത പ്രസംഗത്തിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഇന്ന് ലോക ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന കലോത്സവം വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസവും സൃഷ്ടിപരമായ കഴിവുകളും അച്ചടക്കവും കൂട്ടായ്മയുടെ മൂല്യങ്ങളും വളർത്തുമെന്നും കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം പുതിയ തലമുറയിലേക്ക് കൈമാറുന്നതിൽ ഈ ഉത്സവം നിർണായകമായ പങ്ക് വഹിക്കുന്നതായും മുഖ്യാതിഥിയായ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. പരിപാടിയിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി, പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, MP-മാരായ കെ രാധാകൃഷ്ണൻ, വിന്നി ബെഹനാൻ, കോർപ്പറേഷൻ മേയർ ഡോക്ടർ നെജി ജസ്റ്റിൻ, MLA-മാരായ പി ബാലചന്ദ്രൻ, AC മൊയ്തീൻ, UR പ്രദീപ്, KK രാമചന്ദ്രൻ, സനീഷ് കുമാർ ജോസഫ്, ET ടൈസൺ മാസ്റ്റർ, NK അക്ബർ, സേവ്യർ ചിറ്റിലപ്പള്ളി, VR സുനിൽകുമാർ, മുരളി പെരുന്നലി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ്, പത്മശ്രീ കലാമണ്ഡലം ഗോപി, പത്മശ്രീ പെരുവനം കുട്ടൻ-മാരാർ, പത്മശ്രീ IM വിജയൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, കേരള ലളിതകലാ അക്കാദമി ചെയർപേഴ്സൺ മുരളി ചീരോത്ത്, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ NSK ഉമേഷ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജനറൽ കൺവീനർ അഡീഷണൽ ഡയറക്ടർ
RS ഷിബു, ഡെപ്യൂട്ടി ഡയറക്ടർ PM ബാലകൃഷ്ണൻ, ചലച്ചിത്ര താരം റിയ ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു. അങ്ങനെയാണ് പ്രാചീന ഗുഹാചിത്രങ്ങളുണ്ടായത്. നാടൻ പാട്ടുകളും നാടൻ കലകളും ഉണ്ടായത്. അവതാരകരും പ്രേക്ഷകരും എന്ന വേർതിരിവ് അന്നുണ്ടായിരുന്നില്ല. എല്ലാവരും എല്ലാത്തിനും പങ്കാളികളായിരുന്നു. ഒരു കാലത്ത് പല കലകളും ഏതെങ്കിലും ജാതിയുടെയോ മതത്തിന്റെയോ ഉള്ളിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്നു. ജാതി ജന്മി നാടുവാഴിത്ത കാലത്ത് ആളുകൾ വ്യത്യസ്ത കൂട്ടങ്ങളായാണ് ജീവിച്ചിരുന്നത്. ആ ജാതിക്കാരുമായോ മറ്റ് ജാതിക്കാരുമായോ മതക്കാരുമായോ അവർ ഇടകലർന്നിരുന്നില്ല. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അവരെ അകറ്റിയിരുന്നു, തമ്മിൽ അകറ്റുന്ന നിലയുണ്ടായിരുന്നു. അതുകൊണ്ട് കലകളും അതത് സമുദായങ്ങളിൽ ഒതുങ്ങി. ഫ്യൂഡലിസം അവസാനിച്ച് ജനാധിപത്യത്തിനും മതാധിഷ്ഠിതനും അധിഷ്ഠിതമായ പുതിയ കാലം പിറന്നതോടെ കലകളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു. എല്ലാ കലകളും എല്ലാവരുടേതുമായി മാറി. കല മതനിരപേക്ഷതയും ജനാധിപത്യവും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ഇതിന് ഏറ്റവും സഹായകമായത് സ്കൂൾ കലോത്സവങ്ങളാണ്. ഓരോ കാലത്തും ഏറ്റവും മികച്ച ചില കലാകാരന്മാർക്ക് പോലും അവരുടെ ജാതിയും മതവും പ്രശ്നമായിരുന്നില്ല. തൃശൂർ ജില്ലക്കാരനായ വലിയൊരു ഗായകനായിരുന്നല്ലോ കലാമണ്ഡലം ഹൈദരാലി. കലാമണ്ഡലത്തിൽ ചേർന്ന് അദ്ദേഹം കഥകളി സംഗീതം പഠിച്ചു. കഥകളി ഹിന്ദുക്കളുടെ, പ്രത്യേകിച്ച് സവർണ ഹിന്ദുക്കളുടെ കലയാണെന്ന് കരുതിയ ചില യാഥാസ്ഥികർ അദ്ദേഹത്തെ വിലക്കാൻ നോക്കി. കഥകളി ക്ഷേത്രങ്ങളിലാണല്ലോ പ്രധാനമായും അവതരിപ്പിച്ചിരുന്നത്. ചില ക്ഷേത്ര കമ്മിറ്റിക്കാർ അന്യമതസ്ഥൻ എന്നാരോപിച്ച് അദ്ദേഹത്തെ അകത്ത് കയറ്റിയില്ല. ഒരിടത്ത് കഥകളി നടന്മാർ മതിലിനകത്ത് സ്റ്റേജിൽ ആടുമ്പോൾ പാട്ടുകാരനായ ഹൈദരലിക്കായി മതിലിന്റെ ഒരു ഭാഗം പൊളിച്ച് മതിലിന് പുറത്തായി ഹൈദരാലിക്ക് നിന്ന് പാടാൻ പ്രത്യേകം ഇടമൊരുക്കുകയുണ്ടായി. തന്റെ ആത്മകഥയിൽ ഇത്തരം ദുരനുഭവങ്ങൾ അദ്ദേഹം സങ്കടത്തോടെ വിവരിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പാട്ടുകളാണ് കഥകളി പദങ്ങളായി അദ്ദേഹം പാടിയിരുന്നത്. അദ്ദേഹം നല്ല ഭക്തനുമായിരുന്നു. തന്റേതല്ലാത്ത കാരണത്താൽ മറ്റൊരു മതത്തിൽ പിറന്നുപോയതിന്റെ പേരിൽ അപമാനിതനാകുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല. അതേസമയം നിരവധി ക്ഷേത്രങ്ങൾ സന്തോഷത്തോടെ അദ്ദേഹത്തെ പാടാൻ അകത്ത് കയറ്റിയിട്ടുമുണ്ട്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ അകത്തിരുന്ന് ഉസ്താദ് ബിസ്മില്ല ഖാൻ ഷഹനായി വായിച്ചിരുന്ന കാര്യം ഹൈദരാലി
എടുത്തു പറഞ്ഞിരുന്നു. കലാകാരന്മാരെ മതത്തിന്റെ കണ്ണിലൂടെ കാണരുത്, കലാകാരന്മാരായി കാണുക, അതാണ് വേണ്ടത്. കലയാണ് അവരുടെ മതം എന്ന് കണക്കാക്കുക. കേരളത്തിൽ ഏറ്റവും അധികം പേർ ഏറ്റുപാടിയ മാപ്പിളപ്പാട്ട് നീലക്കുയിൽ എന്ന സിനിമയിലെ കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി എന്ന് തുടങ്ങുന്ന പാട്ടായിരിക്കും. ഇത് എഴുതിയത് തൃശൂർ ജില്ലക്കാരനായ പി ഭാസ്കരൻ മാഷാണ്. സംഗീതം നൽകി പാടിയതാകട്ടെ കെ രാഘവൻ മാഷ്. ഒരു കാലത്ത് മുസ്ലിങ്ങൾ മാത്രം പാടിയിരുന്ന മാപ്പിളപ്പാട്ട് ശൈലിയിലുള്ള ഗാനത്തെയാണ് മുസ്ലിങ്ങളല്ലാത്ത ഇവർ ജനകീയമാക്കിയത്. സിനിമയിൽ ഏറ്റവും അധികം മാപ്പിളപ്പാട്ടുകൾ രചിച്ചത് ഭാസ്കരൻ മാഷും ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ രചിച്ചത് വയലാറുമാണ്. മറ്റു മതക്കാരുടെ കൂടി അനുഭൂതികൾ സ്വാംശീകരിക്കാനുള്ള വിശാല മനസ്സാണ് നമ്മെ പരിഷ്കൃതരും സമ്പന്നരുമാക്കുന്നത്. കലയെ മതത്തിന്റെ കള്ളിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നവർ ഇക്കാലത്തുമുണ്ട്. മുസ്ലിങ്ങൾ ഭരതനാട്യം പഠിക്കരുതെന്നും ഹിന്ദുക്കൾ ഒപ്പനയിൽ പങ്കെടുക്കരുതെന്നും പറഞ്ഞ് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് നാം കണ്ടതാണ്. നമ്മുടെ രാജ്യത്ത് കുട്ടികളുടെ ക്രിസ്മസ് കരോളിന്റെ നേരെ പോലും ആക്രമണം നടത്തുന്നത് നാം കണ്ടു. ചിലയിടങ്ങളിൽ ക്രിസ്മസിന്റെ അവധി എടുത്തു കളഞ്ഞ കാര്യവും നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ്. എവിടെയും മതത്തിന്റെ പേരിൽ കലാപമുണ്ടാക്കാൻ വർഗീയവാദികൾ ശ്രമിക്കും. സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പോലും ജാനകിയെന്നും സീതയെന്നും മറ്റും പേരിടാൻ സമ്മതിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുന്ന ഇത്തരം കലാപകാരികളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള നല്ലൊരായുധം കൂടിയാണ് കല. അവരുടെ തെട്ടൂരങ്ങൾ കാറ്റിൽ പറത്തി പുതുതലമുറയിലെ പ്രതിഭാശാലികളായ നിങ്ങൾ ജാതിയോ മതമോ നോക്കാതെ കലകൾ അവതരിപ്പിക്കുക. കഥകളിയും മാപ്പിളപ്പാട്ടും ഒപ്പനയും മാർഗംകളിയും എല്ലാം എല്ലാ മതത്തിലുംപ്പെട്ട കുട്ടികൾ ഒന്നിച്ച് അവതരിപ്പിക്കുന്ന നാടെന്ന പ്രത്യേകത നമുക്കുണ്ട്. കേരളത്തിന്റെ മഹത്തായ സംസ്കാരത്തിന്റെ ഭാഗമാണിത്. എക്കാലവും നമുക്ക് അത് ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന എല്ലാ ഛിദ്ര ആശയങ്ങളെയും തള്ളിക്കളയാനും മനസ്സുകളെ ഒന്നിപ്പിക്കുന്ന കലയെ ഉയർത്തിപ്പിടിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ സ്കൂൾ കലാമേളയുടെ സന്ദേശം അതായിരിക്കട്ടെ. കലാമേളകളിൽ പങ്കെടുക്കുക എന്നതാണ് പ്രധാനം. സമ്മാനം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ആവാം. പങ്കെടുക്കാൻ കഴിയുന്നു എന്നതിലാണ് സന്തോഷിക്കേണ്ടത്. അതിന്റെ ഭംഗിയെ മത്സരബുദ്ധി കെടുത്താതെ നോക്കണം. കുട്ടികളുടെ മാറ്റിരക്കലിൽ രക്ഷാകർത്താക്കൾ ഇടപെടാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികൾ അവരുടേതായ ലോകത്ത് വിഹരിക്കട്ടെ. കലോത്സവങ്ങളിൽ ഒന്നാം സമ്മാനം നേടിയവർ മാത്രമല്ല പിൽക്കാലത്ത്
ഉപഹാരം നൽകുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തുന്ന കലാപ്രതിഭകൾക്ക് ഹൃദ്യമായ സ്വാഗതം ഒരുക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ ഹയർ സെക്കൻഡറി NSS യൂണിറ്റുകൾ നടപ്പാക്കുന്ന ചാരെ പദ്ധതിയുടെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തുന്ന കലാപ്രതിഭകൾക്ക് താമസ കേന്ദ്രങ്ങളിലേക്ക് ആവശ്യമായ വസ്തുക്കൾ ഹയർ സെക്കൻഡറി NSS യൂണിറ്റുകൾ കൈമാറി. ഉപയോഗയോഗ്യമായ സാധനങ്ങൾ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലെ ആവശ്യക്കാർക്ക് സൗജന്യമായി വിതരണം ചെയ്യുകയും പുനരുപയോഗത്തിന് അനുയോജ്യമല്ലാത്തവ ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറുകയും ചെയ്യും. പരിസ്ഥിതി സംരക്ഷണവും സാമൂഹിക ഉത്തരവാദിത്വവും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. തൃശൂർ ജില്ലയിലെ 13,200 ഹയർ സെക്കൻഡറി NSS വളണ്ടിയർമാർ ഈ ദൗത്യത്തിൽ സജീവ പങ്കാളികളാണ്. കലോത്സവ നഗരിയിൽ ഉത്തരവാദിത്വത്തിന്റെ പുതിയ മാതൃക സൃഷ്ടിക്കുകയാണ് ചാരെ പദ്ധതിയിലൂടെ NSS വിദ്യാർത്ഥികൾ. കലോത്സവത്തിന് മുന്നോടിയായി ജില്ലയിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലുള്ള ഗ്രീൻ വളണ്ടിയേഴ്സ് തൃശൂർ നഗരത്തിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ജില്ലയിലെ 200-ലധികം അധ്യാപകർ, കോർപ്പറേഷൻ ഹരിതകർമ്മസേന തൊഴിലാളികൾ, ശുചിത്വ മിഷൻ പ്രവർത്തകർ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. തേക്കിൻകാട് മൈതാനം, ടൗൺ ഹാൾ, ഭക്ഷണശാല, കലോത്സവം നടക്കുന്ന സ്കൂളുകൾ എന്നിവയാണ് കലോത്സവത്തിന് മുന്നോടിയായി ശുചീകരിച്ചത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ്, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ, കോർപ്പറേഷൻ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കാർത്തിക മുരളി, ഗ്രീൻ പ്രോട്ടോകോൾ കോർഡിനേറ്റർ NSS ഹയർ സെക്കൻഡറി ജില്ലാ കൺവീനർ MV പ്രതീഷ്, ഹരിത കർമ്മസേനാംഗങ്ങൾ, ക്ലസ്റ്റർ കൺവീനർമാരായ തോമസ് AM, വിജീഷ് MB, ശാലിനി R, രേഖ ER, ശ്രീകല, സൂര്യ തേജസ്, സന്ധ്യ PP എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കലോത്സവത്തെ താളമേളങ്ങളോടെ വരവേറ്റ് പൂരനഗരി. ഒരു നിരയിൽ പാറേമക്കാവിന്റെ മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാരും സംഘവും, മറുവശത്ത് തിരുവമ്പാടിയുടെ മേളപ്രമാണി ചെറുശ്ശേരി കുട്ടന്മാരാരും സംഘവും. പാണ്ടിമേളം കൊട്ടിക്കയറുന്നതനുസരിച്ച് കൈകൾ വാനിലുയർന്ന് താളമിട്ടു. വർണ്ണക്കുടകൾ മാറി മാറി അണിനിരന്നു. മേളം മുറുകിയതോടെ ആലവട്ടവും വെഞ്ചാമരവും വാനിലുയർന്നു. തൃശൂർ പൂരത്തിന്റെ സ്ഥിരം സാന്നിധ്യമായ ടൈറ്റസ് ചേട്ടൻ പതിവ് പോലെ മാറി നിന്ന് താളമിട്ടു. മേടമാസത്തെ ചൂടത്തു മുൻപേ തേക്കിൻകാടിൽ ഉത്സവാരവം ഉയർന്നു. പൂരങ്ങളുടെ നാട്ടിൽ പാണ്ടിമേളവും കുടമാറ്റവും ഒരുക്കിയാണ് പൂരനഗരി സംസ്ഥാന കലോത്സവത്തെ എതിരേറ്റത്. കുട്ടികൾക്കായി ഒരുക്കിയ മേളക്കാഴ്ചയാണെങ്കിലും പൂരപ്രേമികളും മേളപ്രേമികളും നേരത്തെ തന്നെ ഇടം പിടിച്ചു. മേളങ്ങളുടെ പ്രമാണിമാർ നയിച്ച പാണ്ടിമേളത്തിൽ 2 വിഭാഗങ്ങളിലുമായി 101 വാദ്യ കലാകാരന്മാർ താളവിസ്മയം തീർത്തു. കുഴലിൽ വെളപ്പായ നന്ദനും, വീക്കം ചെണ്ടയിൽ പെരുവനം ഗോപാലകൃഷ്ണനും, ഇലത്താളത്തിൽ ഏഷ്യാഡ് ശശിമാരാരും, കൊമ്പവാദ്യത്തിൽ മച്ചാട് മണികണ്ഠനും മേളം നയിച്ചു. 64ാമത് കലോത്സവമായതിനാൽ 64 വർണ്ണക്കുടകൾ കുടമാറ്റത്തിൽ അണിനിരന്നു. പൂരങ്ങളുടെ നാട്ടിലെ കലോത്സവത്തിന് മേളപ്പെരുക്കത്തോടെ ആരംഭമായി.
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കഥ കവിത ഇനത്തിൽ ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് കാവിശില ത്രൈമാസിക ആദരം നൽകുമെന്ന് കവി ഡോക്ടർ സി രാവുണ്ണി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 3000 രൂപയുടെ പുസ്തകങ്ങളും ആദരഫലകവുമാണ് സമ്മാനിക്കുക. കലോത്സവം മീഡിയ സെന്ററിൽ വെച്ച് പുരസ്കാരം നൽകും. വാർത്താ സമ്മേളനത്തിൽ ജയറാം വാഴൂർ, റീബ പോൾ, ചാക്കോടി അന്തിക്കാട് എന്നിവരും പങ്കെടുത്തു. ഒരിടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം, കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. ജനകീയ മത്സ്യകൃഷി 2025-26 സൗജന്യ കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് ജനകീയ മത്സ്യകൃഷി 2025-26 പദ്ധതിയുടെ ഭാഗമായി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 161 മത്സ്യ കർഷകർക്കായി 75,720 കാർപ്പ്, കട്ല, രോഹു, കോമൺ കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീനു ടീച്ചർ നിർവഹിച്ചു. പാണഞ്ചേരി പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ, വാർഡ് മെമ്പർ അജു തോമസ്, ഫിഷറീസ് കോർഡിനേറ്റർ സിന്ധു KC, ഫിഷറീസ് പ്രൊമോട്ടർ പ്രദീപ്, കർഷകർ തുടങ്ങിയവർ സംസാരിച്ചു. മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ജനങ്ങൾക്ക് മീൻ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നു. അത് ജനങ്ങൾക്ക് ഒരു സ്വയം തൊഴിൽ പദ്ധതിയും പിന്നെ ജനങ്ങൾക്ക് നല്ല മീൻ കഴിക്കുവാനുള്ള ഒരു ഉത്തേജവുമായി ആണ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇത് ഏറ്റവും നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആശിക്കുന്നത്. എല്ലാ ഭാവങ്ങളും നേരുന്നു. പ്രവാസി മലയാളികളുടെ പരാതികൾക്കും ആവശ്യങ്ങൾക്കും പരിഹാരം കാണുന്നതിനായി സംസ്ഥാന പ്രവാസി കമ്മീഷന്റെ നേതൃത്വത്തിൽ അദാലത്ത് സംഘടിപ്പിച്ചു.
പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് അദാലത്തിന് നേതൃത്വം നൽകി. കളക്ടറേറ്റ് ആനക്സ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിൽ 116 ഫയലുകൾ പരിഗണിച്ചു. 50ഓളം പുതിയ പരാതികൾ ലഭിച്ചു. പ്രവാസി കമ്മീഷൻ സെക്രട്ടറി ആർ ജയറാം കുമാർ, പ്രവാസി കമ്മീഷൻ അംഗങ്ങളായ PM ജാബിർ, ഡോക്ടർ മാത്യൂസ് കെ ലൂക്കോസ്, MM നയീം, ജോസഫ് ദേവസ്യ പൊന്മാങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. കമ്മീഷന്റെ കയ്യിലേക്ക് ഒരു പെറ്റീഷൻ തലയും വാലും ഇല്ലാതെ ഒരു പെറ്റീഷൻ കൊണ്ട് കൊടുത്തിട്ട് ഇപ്പോഴേക്ക് പിടിച്ചതാന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അത് ശരിയായ ഒരു ആറ്റിറ്റ്യൂഡല്ല. പിന്നെ അതുപോലെ ലക്ഷങ്ങളും കോടികളും കൊടുത്ത് ട്രാപ്പിൽപ്പെട്ട ആൾക്കാര് ചെയ്യേണ്ടതായിട്ടുള്ള ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യവും ചെയ്യാതെ 10 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ എതിർകക്ഷി ആരാണെന്നോ അവരുടെ അഡ്രസ് എന്താണെന്നോ പോലും അറിയാതെ ഒരു പരാതി കൊണ്ട് തന്നിട്ട് കമ്മീഷന്റെ ബാധ്യതയായിട്ട് ബാക്കിയെല്ലാം ഇടുന്നത് ഒട്ടും ശരിയായ നടപടിയല്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പെറ്റീഷനിൽ എതിർകക്ഷികളാക്കേണ്ടത് ആരെയാണെന്ന് പെറ്റീഷൻ കൊടുക്കുന്ന ആളാ തീരുമാനിക്കുന്നത്. ആരാണ് ഞങ്ങളുടെ കേസിൽ എതിർകക്ഷി എന്ന് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് പെറ്റീഷൻ കൊടുക്കുന്നയാളാണ്. അയാളിൽ നിന്നാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്നെ ഡ്രാഫ്റ്റ് ചെയ്തത് ഇയാളാണ് എന്ന് കമ്മീഷൻ മുമ്പാകെ ഒരു പരാതി തന്നാൽ അവർക്ക് നോട്ടീസ് അയക്കാനും അവരെ വിളിച്ചു വരുത്തി അവർക്ക് പറയാനുള്ള കാര്യം എഴുതി ബോധിപ്പിക്കാനോ പറഞ്ഞു കേൾക്കാനോ ഉള്ള ഒരു സാവകാശം നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ ഫർദർ പ്രൊസീഡിങ്സിലേക്ക് കിടക്കുന്നത്. അതല്ലാതെ എന്നെ എന്തിനു വിളിച്ചു വരുത്തി തെളിവുണ്ടോ എന്നൊക്കെ തിരിച്ചു ചോദിച്ചാൽ അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, വന്നവർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു സഹകരണം കൂടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ബന്ധപ്പെടുത്തുകയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ ഓരോ അദാലത്തും ഒരു അവയർനെസ് പ്രോഗ്രാം പോലെ തന്നെ ഞങ്ങൾ അത് കണക്കിലെടുത്തിട്ടുണ്ട്. കാരണം പ്രവാസികള് അന്യനാട്ടിൽ പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതെങ്ങനെ സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ, ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് 1 കോടി 1.5 കോടി രൂപ കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടാതെ വരുമ്പോ അതിനുള്ള ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഒരു നിയമ നടപടി സമയത്തിനുള്ളിൽ എടുക്കാതെ 10 കൊല്ലം കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞ വിശ്വാസത്തില് കിട്ടാതെ വരുമ്പോ യാതൊരു രേഖകളും ഇല്ലാതെ ഒരു പെറ്റീഷൻ കൊണ്ട് തന്നാൽ അതിന്റെ ഒരു ഫലപ്രാപ്തി അത്ര ശുഭകരമായിരിക്കില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള് ഇപ്പോ അന്യനാട്ടിലുള്ളവർക്ക് ഇവിടുത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വൈകിയിൽ പോലും ഇവിടെ ഇഷ്ടം പോലെ നിയമ സഹായ സംവിധാനങ്ങളുണ്ട്. അഡ്വക്കേറ്റ്സിനെ കണ്ട് ചോദിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ലീഗൽ എയ്ഡ് സർവീസസ് കൊടുക്കുന്ന ഒത്തിരി സംവിധാനങ്ങളുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ വന്നിട്ട് ഇങ്ങനെ എല്ലാത്തിനും ഒരു എന്താ പറയാ ഒരു ഒറ്റമൂലി പോലെ ഒരു പെറ്റീഷൻ കൊണ്ടുവന്നിട്ടിട്ട് പോയ ഇതെല്ലാം നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. ആ രീതിക്ക് മാത്രമേ ഇപ്പൊ കോടതി ഇഷ്യൂ ചെയ്യുന്നത് പോലെ വാറണ്ട് അയക്കാനോ പ്രതിയെ ശിക്ഷിപ്പ് ചെയ്യും. കമ്മീഷന്റെ മുമ്പിൽ വന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അതിനുള്ള നടപടി ഞങ്ങൾ ക്രിമിനലായിട്ട് തന്നെ എടുക്കാം. അല്ലാതെ ഒരു തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് എതിർകക്ഷിയായിട്ട് വരുന്നവര് ആ നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ നമുക്ക് അവരെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അപ്പൊ ആ രീതിയിലുള്ള ഒരു ബോധ്യവും കൂടെ ഈ പെറ്റീഷനായിട്ട് വരുന്നവർക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ ഈ പെറ്റീഷൻ കൊടുക്കുന്നതിന്റെ കാലതാമസം, പിന്നെ അതുപോലെ ഇപ്പൊ നമ്മൾ കണ്ടില്ല ആ കുട്ടിയുടെ കേസിൽ എത്രയോ ലക്ഷം രൂപ ഒരു കെയർ ഗീവറുടെ പോസ്റ്റിങ്ങിന് വേണ്ടി 17 ലക്ഷം രൂപ ഒരു ഏജന്റിന് കൊണ്ട് കൊടുത്തിട്ട് ആ പൈസ നഷ്ടപ്പെട്ട് ജോലി കിട്ടാത്ത അവസ്ഥയില് ഇപ്പൊ നമ്മൾ വിചാരിക്കുമ്പോ നമ്മളും പറയില്ലേ അവർക്ക് പോയി രക്ഷപ്പെടാൻ ആഗ്രഹം ഉള്ളത് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു വിശ്വാസിന്റെയും അവരുടെ ക്രെഡൻഷ്യൽസ് ഒന്നും മനസ്സിലാക്കാതെ നമ്മളിപ്പോ എല്ലാവരും ഈ 17 ലക്ഷം രൂപ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കുകയല്ലല്ലോ, അതെല്ലാം സംവിധാനത്തിൽ കൂടെ ആയിരിക്കും ഇതൊക്കെ ഒരുക്കപ്പെട്ട് കൊടുക്കുന്നത്. അപ്പൊ അത് അങ്ങനെ കൊടുക്കുമ്പോൾ അതിന്റെ ഒരു വിശ്വാസ്യതയും കൂടെ അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം നമ്മളിങ്ങനെ ചതിക്കുഴിയിൽ വീണിട്ട് ആരുടെ പേരിൽ നടപടി എടുക്കണമെന്ന് പോലും അറിയാതെ കൈകാലിട്ട് അടിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് കണ്ടു നിൽക്കുന്നവർക്കും ബുദ്ധിമുട്ടാണത്. അപ്പോ വന്ന കാര്യങ്ങള് നമുക്ക് വന്ന രീതിയിൽ നമ്മൾക്ക് കഴിയുന്നത് പോലെ നമുക്ക് ഇഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോ എല്ലാ അദാലത്തുകളിലും ഞങ്ങൾ ചെയ്യുന്ന ഈ ഒരു അഭ്യർത്ഥന നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ പാസ് ചെയ്യണം എന്നിങ്ങളുടെ ഒരു അഭ്യർത്ഥനയുണ്ട്. നമുക്ക് ഇതിന് ഞാനില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് താങ്ക് യു. KPMS 56ാമത് സംസ്ഥാന സമ്മേളനം മാർച്ച് 15, 16, 17 തീയതികളിൽ എറണാകുളം ടൗൺ ഹാളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 15-ന് വൈകിട്ട് 4 മണിക്ക് മറൈൻ ഡ്രൈവിൽ 1.5 ലക്ഷം പേർ പങ്കെടുക്കുന്ന മഹാസമ്മേളനം ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ TA വേണു, PN സുരൻ, ശാന്ത ഗോപാലൻ, PV പ്രജീഷ് എന്നിവർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തറ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. വലക്കാവ് വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച പരിപാടി വ്യാപാരി വ്യവസായി ജില്ലാ സെക്രട്ടറിയും
നിയോജക മണ്ഡലം ചെയർമാനുമായ ബിജു എടക്കളത്തൂർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സെക്രട്ടേറിയറ്റ് മെമ്പർ പ്രഹ്ലാദൻ, കൺവീനർ ശേഖരൻ, മേഖലാ സെക്രട്ടറി ജോസ് എ.ഡി, യൂണിറ്റ് പ്രസിഡന്റ് മാത്യു സക്കറിയ, രാജൻ എൻ റപ്പായി എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടത്തറ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ അംഗങ്ങളെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. നിയോജകമണ്ഡലത്തിലെ വൈസ് ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആളുകളാണ് ഇന്നിവിടെ തെരഞ്ഞെടുപ്പിലൂടെ വിജയികളായിട്ട് നമുക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. അതേറെ അഭിമാനമുള്ളൊരു കാര്യം. നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകൾ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച് നമുക്ക് വേണ്ടി 5 വർഷം പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് വരുമ്പോൾ അതിൽ പരമൊരു സന്തോഷം മറ്റൊന്നുമില്ല. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഏകോപന സമിതിയും ആ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി. ഞങ്ങൾ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കുകയല്ല ചെയ്തത്. ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിന് അതീതമായി വർഗവർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ സംവിധാനമാണ്. ഞങ്ങൾ ഈ തവണ തെരഞ്ഞെടുപ്പിലെടുത്ത സമീപനം എന്ന് പറയുന്നത് ഏകോപന സമിതിയിലെ അംഗങ്ങൾ മത്സരിക്കുന്നുവെങ്കിൽ അവരെ ആ വാർഡുകളിലൊക്കെ സഹായിക്കുക എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. സ്വാഭാവികമായിട്ടും നടത്തറയിൽ UDFിൻ്റെ ഭാഗത്തും സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു, LDFിൻ്റെ ഭാഗത്തും സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. എന്തുകൊണ്ടോ BJPയിലെ നടത്തറ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ഏകോപന സമിതി മെമ്പർമാരായിട്ട് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നില്ല. പക്ഷേ ജില്ലയിൽ BJPയുടെ ഭാഗത്തും നിരവധി സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെടുത്തൊരു സമീപനം എന്ന് പറയുന്നത് ഏകോപന സമിതി അംഗങ്ങളെ, വ്യാപാരികളെ സഹായിക്കുന്ന ആളുകളെ മുഴുവനും സഹായിക്കുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ എടുത്തൊരു തീരുമാനമാണ് മുൻകാലങ്ങളിൽ ഏകോപന സമിതിയുടെ ആവശ്യങ്ങൾക്കൊപ്പം നിന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, വ്യക്തികൾ, ആ വ്യക്തികളെ കൂടി സഹായിക്കുന്ന സമീപനം ഞങ്ങൾ ഈ ഇലക്ഷൻ സ്വീകരിച്ചു. ഗ്രീൻ ഹോർട്ടിക്കൾച്ചർ നടത്തുന്ന തൃശൂർ ഫ്ലവർ ഷോ ജനുവരി 15 മുതൽ 27 വരെ ശക്തൻ തമ്പുരാൻ ഗ്രൗണ്ടിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൂന്തോട്ട പരിപാലനം, ചിത്രരചനാ മത്സരങ്ങളും വിദ്യാർത്ഥികൾക്ക് അവരുടെ ഓമന പക്ഷി മൃഗാദികളെ പ്രദർശിപ്പിക്കാനുള്ള അവസരവും ഉണ്ടാകും. കച്ചവട സ്ഥാപനങ്ങൾ, ഫുഡ് കോർട്ട് എന്നിവയും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ സെബി ഇരുമ്പൻ, മനോജ് മുണ്ടപ്പാട്ട്, പി മുഹമ്മദ് ബാബു, ഡിജോ, ദേവസി എന്നിവരും പങ്കെടുത്തു. ഇടവേള. 3000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം.
മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി, പോസ്റ്റ് ഓഫീസിന് സമീപം മണ്ണുത്തി. വീണ്ടും വാർത്തകളിലേക്ക്. സേഫ് ഓട്ടോ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഓട്ടോ ഡ്രൈവർമാർക്ക് പരിശീലനം നൽകി തൃശൂർ റൂറൽ പോലീസ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് സംഘടിപ്പിച്ച പരിശീലന പരിപാടി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഓട്ടോറിക്ഷ ഡ്രൈവർമാരിൽ ജെൻഡർ ബോധം വളർത്തുന്നതിനുമായി തൃശൂർ റൂറൽ ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ സേഫ് ഓട്ടോ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്നുള്ള തെരഞ്ഞെടുത്ത 80 ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. എല്ലാ ഓട്ടോ ഡ്രൈവറിന്റെ ബാക്ക്ഗ്രൗണ്ടും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും എല്ലാം ചെക്ക് ചെയ്തിട്ട് ഒരു സേഫായിട്ട് നാട്ടിൽ വരുന്ന എല്ലാ കുട്ടികളും അവരുടെ പാരൻസുകാർ ഒരു സേഫായിട്ട് ഒരു യാത്ര ഉണ്ടാകാൻ വേണ്ടി ഈ സേഫ് ഓട്ടോ ഉള്ള പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പിങ്ക് പെട്രോളിംഗ്, സിറ്റി ലിമിറ്റുള്ള എല്ലാ വനിത മാത്രം ചെയ്യുന്ന പെട്രോളിംഗിൽ 5 ടാക്സീസും 5 പോലീസ് പെട്രോളിംഗ് വെഹിക്കിൾ, അത് ഉൾപ്പെടെ തന്നെ ബൈക്ക്, വിമൻ വെച്ചിട്ട് ഓടിക്കുന്ന ബൈക്സ് അങ്ങനെ ഇന്ന് ലോഞ്ച് ചെയ്യാണ്. ഇതിൻ്റെ പേജത്തിൽ ഞാൻ മേയർ മാഡമിനോട് 2 വാക്യം സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ, നാട്ടുകാരെ, ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശ്ശൂർ ആതിഥേയത്വം വഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ക്രമസമാധാന ചുമതല അത് ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ സിറ്റി പോലീസ് ഈ ഒരു പ്രാരംഭത്തിന് മുതിരുന്നത്. സ്ത്രീ സുരക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് തികച്ചും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടാത്ത ഓട്ടോ ഡ്രൈവർമാരെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് പിങ്ക് ഓട്ടോ, സേഫ് ഓട്ടോ എന്ന സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ആണ് ഈ ഓട്ടോകൾ നമ്മുടെ നഗരവീഥികളിൽ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത്. അതായത് കലോത്സവവുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 15,000 കണ്ടസ്റ്റൻസ് തന്നെയുണ്ട്. അപ്പോൾ 1 ലക്ഷത്തിൽ അധികം പേർ നമ്മുടെ തൃശ്ശൂരിൽ വന്നു ചേരുമ്പോൾ അവർക്ക് സേഫായിട്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സുരക്ഷയോടുകൂടി യാത്ര ചെയ്യണം എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ പിങ്ക് ഓട്ടോ, സേഫ് ഓട്ടോ എന്ന പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് ഈ പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിന് തൃശ്ശൂരിൻ്റെ ഗതാഗതവും അതുപോലെ തന്നെ ക്രമസമാധാന നിലയും നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പിങ്ക് പെട്രോളിംഗ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ഏറ്റവും സ്നേഹത്തോടെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. മകരച്ചൊവ്വ മഹോത്സവത്തിന് കൊടിയേറി 7ാം നാൾ പൂരം. ചെമ്പൂത്ര ശ്രീ കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവത്തിന് കൊടിയേറി. ബുധനാഴ്ച രാവിലെ 9 മണിക്ക് ക്ഷേത്രം തന്ത്രി മുണ്ടാരപ്പള്ളി മനക്കൽ മുരളീകൃഷ്ണൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റി. ക്ഷേത്രാചാര ചടങ്ങുകളും കൊടിമര പൂജയ്ക്കും ശേഷമാണ് കൊടിയേറ്റ ചടങ്ങ് നടന്നത്. ക്ഷേത്രം മേൽശാന്തി CM മനീഷ്, ഭരണസമിതി പ്രസിഡന്റ് KK രാജേഷ്, സെക്രട്ടറി MG ജയപ്രകാശ്, ഗജാൻജി VK ചന്ദ്രൻ, ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷേത്രത്തിലെ കൊടിയേറ്റ ചടങ്ങുകൾക്ക് ശേഷം ദേശ കമ്മിറ്റികളിലും കൊടിയേറി. ബുധനാഴ്ച വൈകിട്ട് ക്ഷേത്രം പറമ്പിൽ നടക്കുന്ന പൊതുസമ്മേളനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. ജനുവരി 20-നാണ് പൂരം. 35 ദേശങ്ങളിൽ നിന്നായി 35 ഗജവീരന്മാർ
കൂട്ടിയെഴുന്നള്ളിപ്പിൽ പങ്കെടുക്കും. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന് മുകളിൽ യുവാവിന്റെ അഭ്യാസ പ്രകടനം. ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ ട്രെയിൻ തൃശൂർ പിന്നിട്ടപ്പോഴായിരുന്നു യുവാവിന്റെ അഭ്യാസ പ്രകടനം. വണ്ടി തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പിടിച്ചിട്ട് ജാർഖണ്ഡിൽ പോകണമെന്നാവശ്യപ്പെട്ടാണ് യുവാവ് അഭ്യാസ പ്രകടനം നടത്തിയത്. പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ അനുനയിപ്പിച്ച് യുവാവിനെ താഴെയിറക്കി. ട്രെയിൻ ഗതാഗതം അല്പനേരം തടസ്സപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് തിരിച്ചറിഞ്ഞു. കലാകാരന്മാരെ മതത്തിന്റെ കണ്ണിലൂടെ കാണരുതെന്നും കലയാണ് അവരുടെ മതമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തറ പഞ്ചായത്ത് കമ്മിറ്റി നടത്തറ പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. ഗ്രീൻ ഹോർട്ടിക്കൾച്ചർ ജനുവരി 15 മുതൽ 27 വരെ ശക്കർ തമ്പുരാൻ മൈതാനത്ത് ഫ്ലവർ ഷോ നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.